Hi all, welcome back to another video. So, this video നമ്മളുടെ part 2 of Financial Accounting June 2025 review video ആണ്. So, part 1 കാണാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും കാണാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐ ബട്ടണിലോ കൊടുക്കുക. So, let's move to the video. So, section 1 നമ്മൾ ഡീറ്റെയിൽഡ് ഡിസ്കഷൻസും അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെ ആൻസർ കിട്ടി എല്ലതും കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പാർട്ട് ബി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ടുക്ക് ലോട്ട് ഓഫ് അവേഴ്സ് ടൈം അത് കൺസംഷൻ ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ്സ് വൈ എങ്ങനെയൊക്കെ വരാം, എന്തൊക്കെ എഴുതാൻ പറ്റും, എത്രത്തോളം സ്കോർ ചെയ്യാം, അത്തരം ഡിസ്കഷൻസ് ആവും മെജോറിറ്റി നമ്മളിവിടെ ചെയ്യുന്നുണ്ടാവുക. സോ ലെറ്റ്സ് ഡു ദ ഡിസ്കഷൻ. സെക്ഷൻ ബി, ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 7 ക്വസ്റ്റ്യൻ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 14 മാർക്ക്. സോ നമുക്ക് 2, 3, 4, 5, 6, 7, 8 അപ്പോൾ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, 2 ക്വസ്റ്റ്യൻ വിടാം. 14 മാർക്കിന്റെ 7 ക്വസ്റ്റ്യൻ, അതിൽ 2 14 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് 5 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ് ഫ്രം 2A അല്ലെ, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു സെഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് 2A ആൻഡ് 2B മാത്രം ഉണ്ടാവുക. പക്ഷെ ഇത്തവണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തു, 2Aയിൽ തന്നെ 1 2, 2Bയിൽ 1 2. ഇത് നമുക്ക് ശരിക്കും തലവേദന നൽകും. കാരണം നമ്മൾ ഇതിപ്പോ 2Aയിൽ 1 അതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് മാർക്കിനേ ഉള്ളൂ. കാരണം 2A എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന് 7 മാർക്കിനാ മക്കളെ. 7 മാർക്ക് എന്ന് പറയുമ്പോൾ റഫ്ലി ഒരു 3 മാർക്ക് ഈ ക്വസ്റ്റ്യനും ഒരു 4 മാർക്ക് ഈ ക്വസ്റ്റ്യനും അങ്ങനെ ആവാം. ഒരു പക്ഷെ അലൊക്കേഷൻ വരാം. ആ അലൊക്കേഷൻ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഓർ നമുക്ക് ഒരു 2 മാർക്കും 5 മാർക്കും ഇങ്ങനെയാണ് അലൊക്കേഷൻ വരിക. പക്ഷേ ഈ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ കുറച്ച് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഈ 2 മാർക്കാണെങ്കിൽ വളരെ കുറച്ച് എഴുതാം. പക്ഷെ നമ്മൾ കുട്ടികൾ അങ്ങനെയല്ല. നമ്മൾ അറിയുന്നതും അറിയാത്തതും തള്ളലും പാരഗ്രാഫ് ആക്കലും ഒരു പേജ് ഒന്നാകെ എഴുതും നമ്മൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടൈം ഒരിക്കലും ഉണ്ടാവില്ല. 3 മാർക്കിന് കുറച്ച് മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് എഴുതിയ ആൾക്കാർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ഇത് നമ്മളോട് ചെയ്തൊരു ചതി പോലെ തോന്നി. കാരണം നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അതില്ല. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഞ്ച് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. സോ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഒന്നുകൂടി വെരിഫൈ ചെയ്യാം, ഒരു വീഡിയോ ചെയ്യല്ലേ, ഒന്നുകൂടി വെരിഫൈ ചെയ്യാം. നമ്മൾ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾസോ നമുക്ക് എന്ത് ചെയ്തില്ല, ഇവർ ആ ഒരു സ്റ്റൈല് തന്നില്ല. കാരണം നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ മോഡലല്ലേ, ഫൈനൽ എക്സാമിന്റെ അതേപോലത്തെ കോപ്പി ക്വസ്റ്റ്യൻ അല്ലേ ഇവർ നമുക്ക് തരേണ്ടത്. എന്നിട്ട് ഇവർ എന്ത് ചെയ്തു, ഇവർ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവരെന്ത് ചെയ്തു, അതിൽ ആഡ് ഓൺ ചെയ്തു. അത് മാത്രം എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടമായിട്ടില്ല. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് 2A ആൻഡ് 2B മാത്രം ഉണ്ട്. 2A ആൻഡ് 2 കണ്ടോറല്ല, 2A ആൻഡ് 2B മാത്രമേ ഉള്ളൂ. അല്ലാതെ 2Aയിൽ 2 കഷ്ണം 2Bയിൽ 2 കഷ്ണം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അത് ഇത്തവണ ഇറക്കിയതാണ്. അത് നമുക്ക് ശരിക്കും കുറച്ച് തലവേദനയാണ്, നമ്മുടെ ടൈം കുറച്ച് കൺസ്യൂം ചെയ്യും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആണ്. ഒരു എന്താ പറയാ, നമ്മുടെ ഒരു CMA ഇന്റർ ലെവൽ എക്സാം ഒന്നും ഇല്ല. അത് ഞാൻ ഇനി വായിച്ച് മുമ്പോട്ട് നിങ്ങൾ മനസ്സിലാവും, ഓ ഇത് ഇത്രേ ഉള്ളൂ, അത് ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ആൻഡ് നല്ലൊരു മാർക്കിനും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷെ ആ ഒരു MCQസിന്റെ ആ ഒരു ടൈം ടേക്കണും അതുപോലെ തന്നെ MCQ ഒരുപാട് നല്ല രൂപത്തിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് 5ഉം 6ഉം 7ഉം 8ഉം ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും പോലെ എഴുതാൻ പറ്റുള്ളൂ. ഈ 10 ക്വസ്റ്റ്യൻ വരെ നന്നായിട്ട് എഴുതാം, അല്ലെങ്കിൽ 11 12. അപ്പോൾ അവിടെ ഹാപ്പിനെസ് മിസ്സിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഹെക്ടിക് ആണ്, ഓൾറെഡി അൺഹാപ്പി ആണ്. അതുകൂടി വന്നിട്ട് ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കുത്തി നിറച്ചതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ സമാധാനം പോകും, നമ്മുടെ ഹാപ്പിനെസ് പോകും, നമുക്ക് പ്രാന്താവും, നമ്മുടെ പ്രതീക്ഷകൾ പോകും, എക്സ്പെക്ടേഷൻസ് എല്ലാം തകരും. അതുകൊണ്ട് പിന്നെ നമുക്ക് വായിക്കാൻ പറ്റില്ല, നമ്മൾ മൈൻഡ് നമുക്കൊന്നും പറഞ്ഞു തരില്ല, നമുക്ക് ആ സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഞാൻ ഇനി ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര സിമ്പിൾ ആയിരുന്നു നിങ്ങളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ടഫായിരുന്നു, ടൈം ഇല്ല എന്നുള്ളത്. ടഫ്നെസ് ഇല്ല, ടഫ്നെസ് സിമ്പിൾ ക്വസ്റ്റ്യൻ എക്സാം ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ആവറേജ് എക്സാം ചെയ്തു, ഓർ എബോ ആവറേജ് എക്സാം എന്ന് പറയാം. ടഫ് എന്നുള്ള വേർഡ് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ടൈം അത് കില്ല് ചെയ്യണം നമ്മളെല്ലാവരെയും. സോ ഇനി ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 1 വായിച്ചു തരാം കേട്ടോ. 2Aയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരും മക്കളെ. ആസ് പെർ AS 10 PP പ്രകാരം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ഡിപ്പെൻഡ് സെർട്ടൈൻ ഫാക്ടേഴ്സ്, ലിസ്റ്റ് ഔട്ട് ദോസ് ഫാക്ടേഴ്സ് ഇൻ ബ്രീഫ് എക്സ്പ്ലനേഷൻ. 1 2 പോയിന്റ് മതി, 2 പോയിന്റ് ഒക്കെ മതി, 2 പോയിന്റ് ഒക്കെ മതി. ഇപ്പൊ 2 പോയിന്റ് അസറ്റ് അതിന്റെ യൂസ്ഫുൾ ലൈഫിൽ അല്ലെ, യൂസ്ഫുൾ ലൈഫിൽ, അതായത് നമ്മൾ എത്ര വർഷം ഉപയോഗിക്കുന്നത് അതിലേക്ക് നമ്മൾ അതിന്റെ ആ ഒരു ഡിനോമിനേഷനിലേക്ക് അസറ്റിന്റെ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യും പറയും, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് തട്ടും. അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഒരു പീസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട്, പിന്നെ വേറെ ആൻഡ് ടയർ അത് ഇത് ഡിപ്രീഷൻ ഒക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തള്ളിയാൽ ഒരു 2 3 ലൈൻ, ഒരു 3 ലൈൻ എഴുതിയാൽ മതി. ജസ്റ്റ് ഒരു 3 ലൈൻ ഈ എന്താ പറയാ, ഈ പറഞ്ഞിട്ടുള്ള യൂസ്ഫുൾ ലൈഫിൽ അസറ്റിന്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓവർ ദ പീരീഡ് നമ്മൾ തട്ടണമെന്നോ 1 2 തള്ളിട്ട് കഴിഞ്ഞാൽ ആ 3 മാർക്ക് പോക്കറ്റിലായി. അപ്പൊ അത്രേ ഉള്ളൂ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 2 കേട്ടോ.
ABC ലിമിറ്റഡ് ഒരു മോട്ടോർ വെഹിക്കിൾ വാങ്ങി 70 ലക്ഷം രൂപയുടെ മോട്ടോർ വെഹിക്കിൾ. ഇത് കോമ്പണന്റൈസേഷൻ, ഈ കോമ്പണന്റ് വൈസ് ഡിപ്രീഷൻ കോൺസെപ്റ്റ് ആണ്. എന്താ പറയാ, ഇത് ആർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ പറയാലോ, നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യന് ഒരു പക്ഷേ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ഇത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. ഞാൻ ഈ PP എടുത്തിട്ടുള്ള എല്ലാ ക്ലാസ് റൂംസിലും ഈ ക്വസ്റ്റ്യൻ ചെയ്ത് എന്നല്ല പറഞ്ഞത്, പക്ഷേ ഈ ഒരു ലെവൽ ഡിസ്കഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഈ ഒരു ഡിസ്കഷൻ ഇപ്പോഴത്തെ മോഡേൺ വേൾഡിൽ കോമ്പണന്റൈസേഷൻ ആണ് ചെയ്യുക. പഴയ കാലത്തിലെ ഡിപ്രീഷൻ മെത്തഡോളജി അല്ലേ ചെയ്യുക. ഒരു അസറ്റിന്റെ ഓരോ പാർട്ടും അതിന്റെ യൂസ്ഫുൾ ലൈഫ് വെച്ച് ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഒരു കാർ വാങ്ങിയ ഒരു കാറിന് ഇത്ര കോസ്റ്റ്, ഇത്ര യൂസ്ഫുൾ ലൈഫ്, ഇത്ര സ്ക്രാപ്പ് വാല്യൂ, ഇത്ര ഡിപ്രീഷൻ ഫോർ ഓൾ ഇയർ. അങ്ങനെയല്ല, കാറിന്റെ എഞ്ചിന് ഡിപ്രീസിയേഷൻ, കാറിന്റെ ടയേഴ്സിന് ഇത്ര ഡിപ്രീഷൻ, കാറിന്റെ ബോഡിക്ക് ഇത്ര ഡിപ്രീഷൻ, അങ്ങനെ ഓരോന്നിനും ഓരോന്നാണ്. ഇത് നിങ്ങൾ എൻ്റെ വായിന്ന് കേട്ടിട്ടില്ലാത്ത എൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറയാം. ഇതൊന്നും കേട്ടിട്ടില്ല, ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആർക്കും ചെയ്യാൻ മക്കളെ. ക്വസ്റ്റ്യൻ വായിച്ചിട്ടേ. ABC ലിമിറ്റഡ് മോട്ടോർ വെഹിക്കിൾ വാങ്ങി 70 ലക്ഷം രൂപയുടെ മോട്ടോർ വെഹിക്കിളിന്റെ വില. 1 ഏപ്രിലാണ് വാങ്ങി. മേജർ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് അറിയോ? മോട്ടോർ വെഹിക്കിൾ കൺസിസ്റ്റ് മെയിൻ ബോഡി, അതിന്റെ സ്ട്രക്ചർ 20 ലക്ഷം രൂപ. അപ്പൊ 70 ലക്ഷത്തിൽ 20 ലക്ഷം രൂപന്റെ സ്ട്രക്ചർ. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഫർണിഷിംഗ് കോസ്റ്റിംഗ് റുപ്പീസ് 30 ലാക്ക്, മറ്റുള്ള കാര്യങ്ങൾ ഒരു 30 ലാക്ക്. പിന്നെ എഞ്ചിൻ കോസ്റ്റിംഗ് റുപ്പീസ് 20 ലാക്ക്. അപ്പൊ 20, 30, 50, 20, 70, ഇതാണ് അസറ്റിന്റെ വില. എക്സ്പെക്റ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ബോഡി 5 ഇയേഴ്സ് ആണ്, സീറ്റിംഗ് 6 വർഷമാണ്, ആൻഡ് എഞ്ചിൻ 10 വർഷമാണ്. എന്താണ് മക്കളെ, ആർക്കും ചെയ്തൂടെ? 3 കോളം വരക്കുക. എന്തൊക്കെയാണ് പറയും? മെയിൻ ബോഡി, അതേപോലെ തന്നെ സീറ്റിംഗ്, അതേപോലെ തന്നെ എഞ്ചിൻ. എത്രയ്ക്കാണ് അസറ്റിന്റെ വില? 20 ലക്ഷം, 30 ലക്ഷം, 20 ലക്ഷം. യൂസ്ഫുൾ ലൈഫ് എത്ര? യൂസ്ഫുൾ ലൈഫ് പറയും മക്കളെ. 5 വർഷം, 6 വർഷം, 10 വർഷം. ഡിപ്രീസിയേഷൻ എങ്ങനെ കാണാം? 20 ഡിവൈഡഡ് ബൈ അത്, 30 ഡിവൈഡഡ് ബൈ അത്, 20 ഡിവൈഡ് ബൈ അത്. ആൻസർ ആയി. എന്താ രസം, എന്താ രസം. ആർക്കും ചെയ്യാൻ പറ്റും. 2A ആൻഡ് യു ആർ ഗെറ്റിംഗ് 7 മാർക്ക്. 7 മാർക്ക്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മനസ്സിരുത്തി ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുമെങ്കിൽ, പ്രയർ നോളജ് ഒന്നുമില്ലെങ്കിൽ പോലും ഏതൊരു കുട്ടിക്കും ഇനി ഇതേ ഫോർമാറ്റ് വേണോ, ഇതേ ഫോർമാറ്റ് വേണ്ട, ജസ്റ്റ് ഡിപ്രീസിയേഷൻ ഓഫ് അത്, ഡിപ്രീസിയേഷൻ ഓഫ് ഇത്, ഡിപ്രീസിയേഷൻ ഓഫ് അത് പോരെ. കാരണം അസറ്റിന്റെ കോസ്റ്റ് ഒക്കെ അറിയാം, അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് നിങ്ങൾക്ക് അറിയാം, സ്ക്രാപ്പ് വാല്യൂ ക്വസ്റ്റ്യൻ ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ തേടി പോകേണ്ട ആവശ്യം? ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആർക്കും വേണമെങ്കിൽ ചെയ്യാം. ഈ 7 മാർക്കൊക്കെ ഒരിക്കലും മിസ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ ബി. ഓക്കെ, 2A 2B. 2B ദ സ്റ്റേറ്റ് ബ്രീഫ്ലി ഡിഫറൻസ് ബിറ്റ്വീൻ പർച്ചേസ് ഡേ ബുക്ക് ആൻഡ് പർച്ചേസ് ബുക്ക്. എനിവേ, വീണ്ടും ഞാൻ പറയുന്നു, 1, 2, 3, 4 മാർക്ക് ഇതിനാണെങ്കിൽ ഒരു 3 മാർക്ക്, അല്ലെങ്കിൽ 5, 2 പ്രപ്പോർഷൻ. എടാ, പർച്ചേസ് ഡേ ബുക്കും പർച്ചേസ് അക്കൗണ്ട് തമ്മിൽ ഒന്ന് ജേണലാണ്, ഒന്ന് ലെഡ്ജർ ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? പർച്ചേസ് ഡേ ബുക്കിൽ നമ്മൾ ആരൊക്കെ ഒന്ന് വാങ്ങി, എത്ര യൂണിറ്റ്, എന്തൊക്കെയാണ് ഇതിങ്ങനെ കൺഫേം ചെയ്യുക. പർച്ചേസ് അക്കൗണ്ടിൽ എന്താ പറയുക, ടോട്ടൽ എമൗണ്ടുകളാണ് ഉണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും ഒന്ന് രണ്ടര തള്ളി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ എന്താണ് ഈ ജേണലിന്റെ പാർട്ട്, അതിന്റെ പാർട്ട്, പ്രൈമറി റെക്കോർഡ്, സെക്കൻഡറി റെക്കോർഡ്, ക്രൊണോളജിക്കൽ ഓർഡർ, അനലിറ്റിക്കൽ ഓർഡർ, അങ്ങനെ എന്തൊക്കെ തള്ളാം, എന്തൊക്കെ തള്ളാം. ആ 3 മാർക്ക് ആർക്ക് വേണമെങ്കിൽ പോക്കല്ലേ. അത് സ്കൂളിൽ +2 ലെവൽ ക്വസ്റ്റ്യൻസ് മക്കളെ, അത് ആർക്കും കിട്ടും. റെക്ടിഫൈ ദ ഫോളോയിങ് എറേസി. ഏറ്റവും ബേസിക് റെക്ടിഫിക്കേഷൻ. നിങ്ങൾ എന്ത് വലിയ റെക്ടിഫിക്കേഷൻ ക്വസ്റ്റൻസ് പഠിച്ച ആൾക്കാരാണ്. ഇത് എന്ത് സിമ്പിൾ ആടാ, 4 എണ്ണം. അത് വളരെ ബേസിക് റെക്ടിഫിക്കേഷൻ, ആർക്കും ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞു വരുന്നത് 1A, 2ൽ Aയും 2ൽ Bയും 7 മാർക്ക് ആർക്കും പോക്കറ്റിലാക്കാം. പക്ഷെ നിങ്ങൾ ആദ്യത്തെ 2Aയിൽ ഒന്ന് കുറേ എഴുതി കൂട്ടിക്കിടെ 2-3 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം കുറേ പോകും. അതേപോലെ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ പർച്ചേസ് ഡേ ബുക്കും പർച്ചേസ് അക്കൗണ്ടും നിങ്ങൾ കുറേ എഴുതി കൂട്ടിയോ നിങ്ങളുടെ സമയം പോകും. അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും 2 പോയിന്റ് എഴുതാൻ ലീവ് ചെയ്യുക. And that's your choice. Hope you clearly understood. And 7 + 7 14 മാർക്ക്. ആർക്ക് വേണമെങ്കിൽ 14 മാർക്കും ആകാം. ഇനി നിങ്ങളുടെ ലാംഗ്വേജിന്റെ പ്രശ്നവും നിങ്ങളുടെ കാൽക്കുലേഷൻ പ്രശ്നമൊക്കെ വന്ന് പോട്ര, നിങ്ങൾക്ക് എന്തായാലും ഒരു 10 മാർക്ക് അത് സിമ്പിൾ ആയിട്ട് എന്തേ കിട്ടും. 10 മാർക്ക് എന്തായാലും കിട്ടും. കാരണം ഇവിടെ നിങ്ങളെ മാർക്ക് എങ്ങനെ പോവാ, 2 എന്താണ് Aയില്, രണ്ടാമത്തെ മാർക്കിങ് എങ്ങനെ പോവാ, അവിടെ ഒരു മാർക്ക് കുറക്കാൻ പറ്റില്ല. പിന്നെ ഫസ്റ്റത്തെ തിയറി നിങ്ങൾ എഴുതി, എന്നിട്ട് തട്ടിക്കൂട്ട് നിങ്ങളെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് പോട്ടെ. ഇവിടെ നിങ്ങൾ റെക്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒരിക്കലും മിസ്റ്റേക്ക് വരില്ല. പക്ഷെ ആ പർച്ചേസ് ഡേ ബുക്കും പർച്ചേസ് അക്കൗണ്ട് തമ്മിൽ എഴുതിയതിൽ നിങ്ങളുടെ ലാംഗ്വേജ് കൺസ്ട്രക്ഷൻ മിസ്റ്റേക്സും ഒക്കെ ആയിട്ട് എന്തെങ്കിലും മാർക്ക് പോയി കഴിഞ്ഞെങ്കിൽ പോയി. 10 മാർക്ക് ആർക്കും കിട്ടും. മുമ്പോട്ടേക്ക് റീഡ് ചെയ്യാം. ഇനി ഈ ക്വസ്റ്റ്യൻ, ഞാൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഓഫ്ലൈൻ ക്ലാസ് എടുത്ത ഓൺലൈൻ ക്ലാസ് എടുത്ത എല്ലാ കുട്ടികൾക്കും ഇത് ചെയ്യാം. ബിക്കോസ് ഇത് എൻ്റെ പ്രിന്റ് ഔട്ടിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു ഹാവ് ഡൗട്ട്, നിങ്ങൾ എൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കുക, ചെക്ക് ചെയ്യുക. യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻ, യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ ലൈവ് ആയിട്ടുള്ള കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ സീനാണ്, ഞാൻ വേണമെങ്കിൽ നോക്കാം. ഇത് ടൈം കൺസംഷൻ പരിപാടിയാണ്. അങ്ങനെയൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ആ വക പരിപാടിയിലേക്ക് പോകാതെ. ബട്ട് സ്റ്റിൽ എന്നാലും ലോസ് ഓഫ് സ്റ്റോക്ക് അല്ലേ,
ലോസ് ഓഫ് സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സി ദിസ് ക്വസ്റ്റ്യൻ. കണ്ട കണ്ട സെയിം ക്വസ്റ്റ്യൻ കേട്ടോ. ആ നമ്പർ കൊണ്ട് മാറ്റും, എമൗണ്ട് മാറ്റും. ബിക്കോസ് ഇത് CA ഇന്റർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ CA ഇന്റർ ക്വസ്റ്റ്യൻ ആണിത്. അവിടുന്ന് കോപ്പി കാറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ. നോക്കിയോ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്ത ഇവിടെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എന്ത് സോൾഡ് ഓൺ അപ്രൂവൽ 2/3 ഓഫ് ദ ഗുഡ്സ് സോൾഡ് ഓൺ അപ്രൂവൽ. കണ്ട 2/3 ഓഫ് ദ ഗുഡ്സ് സോൾഡ് ഓൺ അപ്രൂവൽ. കണ്ടില്ലേ സെയിം സാധനം ഡിറ്റോക്ക് ഡിറ്റോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇനി വായിച്ചേരേണ്ട ആവശ്യമില്ല. എനിക്ക് കുറെ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് റിയലി ഹാപ്പി ബിക്കോസ് ആർക്കും ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആൻഡ് യു ഗെറ്റ് അബ്സല്യൂട്ട്ലി 7 മാർക്ക്. ആർക്കും കിട്ടും 7 മാർക്ക്. ഈ 7 മാർക്ക് ആരും മിസ്. ഇവിടെ ഞാൻ 14 മാർക്കിൽ 10 എന്നാണ് എഴുതി. എന്നാൽ ഈ 7 ആർക്ക് കിട്ടും. അത്ര സിമ്പിൾ ആയിരുന്നു. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ സെയിൽസ്, അതിലൊരു എന്താ അപ്രൂവൽ കിട്ടുന്ന അപ്രൂവൽ, അതൊക്കെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബോത്ത് സൂപ്പർ കേട്ടോ മക്കളെ. അപ്പോൾ അത് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. പിന്നെ അതിനുശേഷം ബ്രാഞ്ച് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ. ദിസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ എവർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റ് സിസ്റ്റം എന്നാണ്. എസ് ലിമിറ്റഡ് ഇൻവോയ്സ്ഡ് ഗുഡ്സ് ടു ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്ലസ് 33(1/3) ഫ്രം ദ ഫോളോയിങ് പോയിന്റ് പ്രിപ്പയർ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് P&L account in the books of head office. Wow. Because it's a dependent branch, you should prepare stock and debtor system in which you only prepare 3 account മക്കളെ. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് P&L അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടും ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വർക്കാനുള്ള കാരണം ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് ആണ്. പിന്നെ ഒരു അറ്റ് അക്കൗണ്ട് മാത്രം ബ്രാഞ്ച് വില ആർക്കും വേണമെങ്കിൽ ചെയ്യാം. ഇതിലൊന്നും ഒന്നുമില്ല കേട്ടോ മക്കളെ, ഒന്നുമില്ല. ആർക്ക് എത്ര സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതിൽ നോർമൽ ലോസ് വരും. നോർമൽ ലോസ് നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ രൂപത്തിൽ ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽ പാറ്റേൺ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്ലാസ് ഡീറ്റെയിൽ ഡിസ്കഷൻ അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. സോ ഇത് നിങ്ങൾക്ക് സിമ്പിളി ചെയ്യാവുന്നുള്ളൂ. ഇവിടെ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നത്? ഒരു 7 മാർക്കാണെങ്കിൽ ഈ ഒരു 7 മാർക്കും ഒരിക്കലും കളയാൻ പറ്റില്ല. അതായത് ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും 7 മാർക്ക് ഡിറ്റോ ആർക്കും കിട്ടും. പിന്നെ ഈ സ്റ്റോക്ക് ആൻഡ് ഡെറ്റ് സിസ്റ്റം ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര വലിയ ക്വസ്റ്റ്യൻസ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡിനോട് എന്താ പറയാ കണക്ഷൻസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ചില്ലേ. സോ കമ്പയർ ടു ദിസ് ഇസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറയാം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ മക്കളെ, ഏത് ഇൻകംപ്ലീറ്റ് റെക്കോർഡത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കര ലെങ്തിയാണ്. ഇത് തൊടാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ് സ്കിപ്പ് ചെയ്യാനാണ്. കാരണം ഇത് കുറച്ച് ലെങ്തിയാണ് കേട്ടോ, കുറച്ചധികം ലെങ്തിയാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കുറച്ചധികം ലെങ്തിയാണ്. കാരണം ആദ്യം കുറച്ച് കാര്യങ്ങൾ ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ അക്കൗണ്ട് വരക്കണം, ക്യാഷ് അക്കൗണ്ട് വരക്കണം, പിന്നെ ഡെറ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ബിൽസ് റെസീവബിൾ അക്കൗണ്ട്, അങ്ങനെ കുറേ അക്കൗണ്ടുകൾ വരച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് ചെയ്യാം, നമ്മൾ ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ വേണ്ട അക്കൗണ്ട് മാത്രം വരച്ചുള്ള ഡീലിംഗ് ഒക്കെ ഇല്ലേ, അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ഒരു പേപ്പർ ആദ്യം മുതൽ തന്നെ ടൈം കൺസംഷൻ പേപ്പറാണ് ഈ MCQസിൽ ഇവിടെയൊക്കെ. അപ്പോൾ ഈ 14 മാർക്കിൽ ഇപ്പം നമുക്ക് 7 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ബെറ്റർ ടു സ്കിപ്പ് ദിസ് ക്വസ്റ്റ്യൻ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടിയില്ലെങ്കിലും 14 മാർക്കിൽ ഒരു 8 മാർക്കോ 9 മാർക്കോ കിട്ടും. നിങ്ങൾ ഒന്നുമില്ല ഏകദേശം കുറച്ച് കാര്യങ്ങൾ മാത്രം 6 മാർക്കോ 5 മാർക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കിട്ടാം. പക്ഷെ ഞാൻ എന്തായാലും ഇത് സ്കിപ്പിന്റെ ലെവലിലേക്കാണ് വെച്ചിട്ടുള്ളത്. കാരണം അത്രയും ലെങ്തിയാണ്. ഓൾറെഡി ലെങ്തി ആയുള്ള ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീണ്ടും 14 മാർക്ക് എല്ലാ സമയം പോവും. ഇവിടെ ഞാൻ അങ്ങനെയാണ് വിട്ടുള്ളത്. അതിനുശേഷം എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ, ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു എക്സാമിനും ചോദിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു സ്കൂൾ ക്വസ്റ്റ്യൻ ആണ്, സ്കൂൾ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പറയാം. ആൻഡ് നമ്മുടെ പ്രിന്റ് ഔട്ടിൽ ഈ സെയിം ക്വസ്റ്റ്യൻ കേട്ടോ. എന്താ പറയാ, ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് അതായത് ബ്ലൂ റെഡിന്റെ ക്വസ്റ്റ്യൻ ആണോ അതോ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. കമ്പൈൻഡ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് A&B. കണ്ട ഈ സെയിം വേർഡിങ്സിൽ കമ്പൈൻഡ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് A&B നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സോ ഇത് ചെയ്യുന്ന ക്വസ്റ്റ്യന് ഇത് നമുക്ക് എന്നാലും ഈ ക്വസ്റ്റ്യൻ കണ്ട സെയിം ക്വസ്റ്റ്യൻ കണ്ട റെഡ് വൈറ്റ് പാർട്ട്നേഴ്സ്. ഇവിടെ ഒന്ന് നോക്കാം, ഇവിടെ ഒന്ന് ക്വസ്റ്റ്യന് സോറി AB പാർട്ട്നേഴ്സ് ഇവിടെ ഉണ്ടാ 3:2. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് അതിൻ്റെ പ്രിന്റ് ഔട്ട് പോവാ 3:2. ഇത് സെയിം ക്വസ്റ്റ്യൻ ആണോ ഞാൻ നോക്കിയിട്ടില്ല, അപ്പോഴാണ് നോക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ, നമ്പർ വ്യത്യാസം കേട്ടോ, നമ്പറൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ 5:3:2 വാ, 5:3:2 ഇവിടെ വാ, 5:3:2 കണ്ടാ സെയിം ആട്ടോ. വേർഡിങ്സ് ഒക്കെ സെയിം ആട്ടോ. ഗുഡ് വിൽ എടുക്കുന്നത് എല്ലാം സെയിം ഉണ്ടാ. സീസ് ടു ബ്രിങ് 1/5 ഓഫ് കമ്പൈൻഡ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് A&B. കണ്ടാ ഈ നോക്കി 1/4 ഓഫ് ദി കമ്പൈൻഡ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് റെഡ് ആൻഡ് വൈറ്റ്. ഈ സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ ആസ് വെൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ. സോ ഡെഫിനറ്റ്ലി യു ആർ ഗെറ്റിംഗ് ദ മാർക്ക്, ഫുൾ മാർക്ക് കിട്ടുന്നതാണ് ഞാൻ പറയട്ടോ. അതെനിക്ക് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. ബിക്കോസ് നമ്മളത് ചെയ്തതാണ്. 14 മാർക്ക്. അത് മാത്രമല്ല, ഇതിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊരു ഇവാലുവേഷൻ അക്കൗണ്ട്, കുട്ടി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആൻഡ്
മോസ്റ്റ് ഓഫ് ദം എനിക്ക് മെസ്സേജ് പറഞ്ഞത് സാർ അത് ടാലി ആയി ബാലൻസ് ചെയ്താണ്. സോ ഡെഫിനറ്റ്ലി യുവർ ഗെറ്റിംഗ് 14 മാർക്ക്. ഇനി പോട്ടെ, നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ടു, പഠിച്ചു, ഇതൊക്കെ ചെയ്തു, ഈ സെയിം ക്വസ്റ്റൻ എൻ്റെ പ്രിന്റ് ഔട്ടിലുള്ള ക്ലാസ്സിൽ ചെയ്ത് ബുക്കിൽ ചെയ്ത് സെയിം ക്വസ്റ്റൻ നമ്പർ മാത്രം മാറ്റി എക്സാം ഹോളിൽ വന്നു. അവിടെ നിങ്ങൾക്ക് 14 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. എന്നാലും കിട്ടില്ല മക്കൾ, ഒരു 10 മാർക്ക്, ഒരു 12 മാർക്ക്, 10 12 കൊടുക്കാം, പോട്ടെ. ബാലൻസ് ഷീറ്റ് ടാലി ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു, മനസ്സിലായോ? സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് വന്നുള്ളത് ഇതാണ്, കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ ആണ്. രാം പത്ന കൺസൈൻഡ് ഗുഡ്സ് ടു ഡൽഹി, ഇൻവോയ്സ് പ്രൈസ് എബോ, കമ്മീഷൻ 5%, ഇൻവോയ്സ് പ്രൈസ് 25% സർപ്ലസ് പ്രൈസ് റിയലൈസ്ഡ്. ഈ കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഈ ഒരു ക്വസ്റ്റിന് ഓക്കെയാണ് ക്വസ്റ്റിന്. പക്ഷെ ചില ആൾക്കാർക്ക് എന്താ പറയുക, നമ്മൾ എപ്പോഴും ഒരു പാരഗ്രാഫിലാണ് ക്വസ്റ്റൻസ് ഉണ്ടാവുക. ആ പാരഗ്രാഫ് മാറ്റി ഇങ്ങനെ പോയിന്റ് ആയി തന്നപ്പോൾ ചില ആൾക്കാർക്ക് ഇത് വായിച്ചും കണ്ട് ഇത്ര കിളി പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. ബട്ട് ഇത് കിളി പോകാൻ മാത്രം ഉണ്ടോ നോക്കിക്കോട്ടെ. ഗുഡ്സ് കോസ്റ്റ് റുപ്പീസ് 29, സെയിൽസ് മേ ബി അൺസോൾഡ് ഗുഡ്സ് ഇൻക്ലൂഡിങ് സ്ട്രൈഡ്. ഇതിനങ്ങനെ കിളി പോകാൻ മാത്രം ഒന്നും ഇല്ല. നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്തൊക്കെയോ സംതിങ് 2 അക്കൗണ്ടും വരച്ച് എന്തോ എഴുതി, ആൻഡ് യു ആർ ഗെറ്റിംഗ് ഓൺലി 3 മാർക്ക്. പോരെ, ഒരു 3 മാർക്ക് കിട്ടിയായിരിക്കും. അതിലുള്ള നിങ്ങൾ എഴുതി ഉണ്ടാവുമല്ലോ. അതായത് 2 അക്കൗണ്ടിനാകെ വരക്കാളത് അക്കൗണ്ട്, കൺസൈൻമെന്റ് അക്കൗണ്ടും ശ്യാം അക്കൗണ്ടും. ഇതിനൊക്കെ നമുക്ക് ടെക്നിക്സ് ഉണ്ട്. ജസ്റ്റ് ചെയ്ത എക്സ്പെൻസ് ഒക്കെ ഇവിടെ ചെയ്ത് അവിടെ അവരുടെ ബുക്കിലാണെങ്കിൽ എന്ത് ചെയ്ത സാധനമില്ലേ അതിട്ടോ. സോ 3 മാർക്ക് ഞാൻ വൈദ്യുള്ളൂ. 7 മാർക്കിന്റെ ക്വസ്റ്റൻ 7 മാർക്കും കിട്ടാവുന്നതേ ഉള്ളൂ. കിട്ടിയ ആൾക്കാരും ഉണ്ടാവും, പക്ഷെ ഞാൻ വെറുതെ തൗട്ടിക്കുട്ടി 3 മാർക്ക് കിട്ടുള്ളൂ. ഇനി വൈ പർച്ചേസിന്റെ മെഷീൻ ആർക്കും കിട്ടും. നമ്മൾ ക്ലാസ് ചെയ്ത സെയിം ക്വസ്റ്റൻ ആണ്, ജസ്റ്റ് നമ്പർ മാറ്റി 20,000 പ്ലസ് ഇൻട്രസ്റ്റ്, 20,000 പ്ലസ് ഇൻട്രസ്റ്റ്. ആ ക്വസ്റ്റൻ ഇല്ലേ, ആ സെയിം സാധനം 7 മാർക്കാണ്. മെഷീൻ വാങ്ങി, ഹയർ പർച്ചേസ് എഗ്രിമെന്റ് 40,000, ഈ സൈനിങ് ഓഫ് ദ കോൺട്രാക്ട് കൊടുത്ത്, ബാലൻസ് പെയ്ഡ്, ഇൻസ്റ്റാൾമെന്റ് 25,000 പ്ലസ് ഇൻട്രസ്റ്റ്, ക്യാഷ് പ്രൈസ് 140 ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് 20% പറയാനോ. ഫൈൻഡ് ഔട്ട് ചെയ്ത് കോളം ഓർമ്മ ഉണ്ടായി. ഇപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റും ആ കോളം. എൻ്റെ കോളം നിങ്ങൾക്ക് ഇപ്പോഴും പറയാൻ പറ്റും. കോളം ഹെഡിങ് ആർക്കും വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ പറ്റും അല്ലെ, ആർക്കും വേണമെങ്കിൽ ഫില്ല്. ഡെഫിനറ്റ്ലി യുവർ ഗെറ്റിംഗ് 7 മാർക്ക്. ആൻഡ് ഇത് എല്ലാവരും ഹാപ്പി ആട്ടോ, എല്ലാവരും ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒരേപോലെ. പക്ഷെ കൺസൈൻമെന്റ് ചിലർക്ക് ഇഷ്ടമായിട്ടില്ല. കൺസൈൻമെന്റ് ചിലർക്ക് ഇഷ്ടം, അതായത് 3 മാർക്ക് ഇട്ട് ഇഷ്ടം നോക്കിയിട്ടാ 3 മാർക്ക് ഇട്ട്, അല്ലാതെ 7 മാർക്ക് മക്കളെ കിട്ടിയ. ഇനി ഒരു ക്വസ്റ്റൻ കൂടി നമുക്ക് സ്കിപ്പ് ചെയ്യാലോ. ആ ഒരു ക്വസ്റ്റൻ സ്കിപ്പ് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റൻ നമ്മൾ എവിടുന്ന് സ്കിപ്പ് ചെയ്ത് നമ്മളുടെ ഇൻകംപ്ലീറ്റ് റെക്കോർഡാണ് സ്കിപ്പ് ചെയ്ത്. അടുത്ത ക്വസ്റ്റൻ സ്കിപ്പ് ചെയ്യുന്നത് ഇതാണ്. ഇത് ചെയ്യാം. ഇത് ഞാൻ എല്ലാവർക്കും ഞാൻ പറയുന്നത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇന്ത്യസും, അല്ലെങ്കിൽ ഇന്ത്യസിനെ കുറിച്ച് നമുക്കിത് റൂൾ ബേസ്ഡ് ആണ്, മറ്റേതെന്താണ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, തള്ളിക്കൊടുക്കാം. എന്ത് എസും ഇന്ത്യസും തള്ളിക്കൊടുക്കാം. ഒരു 3 മാർക്ക് അങ്ങനെ അല്ല, 7 7 14 മാർക്കാ. വാട്ട് ഈസ് ദിസ്? കുറേ എഴുതണം. അതൊരു പേജ് ഒന്നാകെ എഴുതണം. എന്ത് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യസും എസും. അതേപോലെ തന്നെ A16 ബോറോയിങ് കോസ്റ്റ്, A16ഉം ഇന്ത്യസ് 23 തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്. അപ്പോൾ ഇത് ഒന്നാമത്തെ എന്താണ്, നമ്മൾ നല്ല ലെങ്തിയുള്ള ഒരു പേപ്പറാണ്. നമ്മൾ എഴുതിയാൽ ഇത് എന്ത് ചെയ്യില്ല, എത്തൂല. പിന്നെ 7 മാർക്കിന്റെ പേപ്പറാണ്. 7 മാർക്കിന്റെ പേപ്പർ 7 14 മാർക്കാണ്. അപ്പോൾ ഒന്നിന് 7 മാർക്ക് എഴുതിയാണ്ട് എത്തുക. 1.5 പേജ് എഴുതിയാൽ നമുക്ക് ആ മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു പേജ് ചെയ്തണം, അതിനൊന്നും സമയം നമുക്ക് ഉണ്ടാവില്ല. സോ ഇത് നമുക്ക് രണ്ടും എന്ത് ചെയ്യാണ്ട് സ്കിപ്പ് അടിക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇൻ ഷോർട്ട് റെലവെന്റ് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി. ഇത് പഠിച്ചില്ലെങ്കിൽ തല്ലിക്കൊല്ലു. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്. എന്താ പറയുക, ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് പോളിസി ആയിട്ടുള്ള ഏതൊക്കെയാണ്, ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂ, ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പോളിസി, ബ്ലാ ബ്ലാ ബ്ലാ, സിമ്പിൾ സാധനം. സോ ഇത് എത്ര മാർക്കിനാണ്? 5 മാർക്കിനാണ്. ഇത് രണ്ടും കൂടി 5 മാർക്കിന്. യാ അല്ലാ, ഈ ക്വസ്റ്റ്യൻ നോക്കി ഏതാണ് നമ്മൾ 22 ടാക്സ് ഓൺ ഇൻകം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോടാ? നമ്മുടെ CA ക്വസ്റ്റ്യൻ അല്ലടാ. CA ഞാൻ പഠിപ്പിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ അത്. ഇതൊക്കെ കണ്ടാൽ നമുക്ക് കുളിര് പോരും. അത് വേറെ കാര്യം. നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. പിടിച്ചാൽ നമ്മളെ കിട്ടില്ല, അത് വേറെ കാര്യം. കാണിക്കുന്നില്ല. അതായത് എന്താ പറയാ, നമ്മളുടെ നോട്ട്ബുക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾ എല്ലാവരും, ഞാൻ എൻ്റെ ഓൺലൈൻ ബാച്ചിലെ എല്ലാ കുട്ടികളും ഓഫ്ലൈൻ ബാച്ചിലെ എല്ലാ കൂടി ഞാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്രീഷൻ ആസ് പെർ അക്കൗണ്ട് റെക്കോർഡ്സ്. വാട്ട് ഈസ് ദിസ് മക്കളെ? അൺഅമോർട്ടൈസ്ഡ് പ്രിലിമിനറി എക്സ്പെൻസ് ആസ് പെർ ടാക്സ് റെക്കോർഡ്സ്. ഡിറ്റോ ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ ഇതല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി മെച്ചിൽ ലാസ്റ്റ് ഇതിൻ്റെ സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. ലാസ്റ്റ് ബാച്ചിലൊക്കെ ഓഫ്ലൈൻ എടുത്ത മക്കളൊക്കെ എനിക്ക് പേഴ്സണലി സാറേ ഹാപ്പി ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾ ഓർമ്മ എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി യു ആർ ഗെറ്റിംഗ് ദിസ് 5 മാർക്ക് എന്ന് ഞാൻ പറയുന്നു. പിന്നെ നമുക്ക് ഇതിൽ ബി ഉണ്ട്. ഇത് കുറച്ച് സീന് സാധനം കേട്ടോ. 8ാമത്തെ 8ൽ A, 8ൽ B, 8ൽ C, തേങ്ങാക്കൊല കുറേ ഇങ്ങനെ ഉണ്ടാക്കന്നെ നമുക്ക് ഓരോ പണി തരാനായിട്ട്. ഇനി അപ്പൊ 8ൽ A സിമ്പിൾ ആണ്, 5 മാർക്ക് ആർക്കും കിട്ടും. ഇനി 8ൽ B നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് എ പോയിന്റ് സ്റ്റേറ്റ്മെന്റ് വെറസ് ബാലൻസ് ഈസ് എ പീരിയഡ്സ്. ഡു യു എഗ്രി, ഗീവ് റീസൺ. തെറ്റാണത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താ പറയുക, പീരിയഡ് സ്റ്റേറ്റ്മെന്റും പീരിയോഡിക് സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റ് ഇസ് എ പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ബാലൻസ് ഷീറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിനെയാണ്. അപ്പൊ 31 ഡിസംബർ 2024 ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഡേന്റെ അന്ന് നമ്മളെ കയ്യിൽ എന്തൊക്കെ അസറ്റും ലയബിലിറ്റീസും ബാലൻസ് ഉണ്ടെന്നാണ്.
അല്ലാതെ അതിൽ തലേ ദിവസം എത്ര ഉണ്ട് പിറ്റേ ദിവസം എത്ര ഡിഫറെന്റ് ആയിരിക്കും. ആ ഡേ അതാണ് പോയിന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. എന്നാൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പിയാഡൽ അങ്ങനെയല്ല, പിയാഡൽ അക്കൗണ്ട് അങ്ങനെയല്ല, പീരിയഡ് ഒരു കൊല്ലത്തതാണ്. അപ്പൊ തെറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് അങ്ങനെയല്ല. അപ്പൊ എന്താണ് പി എൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, പീരിയോഡിക് സ്റ്റേറ്റ്മെന്റ് ആണ്, ബാലൻസ് ഷീറ്റ് ഒരു പോയിന്റ് ആണ്, മതി. അത്രയുള്ള റീസൺ. 2 മാർക്ക് 1 മാർക്ക് ബൈ. അടുത്ത സാധനം എന്താ മക്കളെ? യാ അല്ലാ, എല്ലാരെ കൊണ്ടും ഞാൻ എപ്പോഴും ചെയ്യിപ്പിക്കുന്ന സാധനം. നമുക്ക് ഓർമ്മയില്ലേ മക്കളെ? ടെക്നിക്കലി നമുക്കിത് ചെയ്യാനായിട്ട് ഇതിനൊന്നും ചിന്തിക്കരുത്. ഇത് നമ്മൾ നേരെ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് പോവാം. അവിടെ സബ്സ്ക്രിപ്ഷൻ റിസീവ് ഡ്യൂറിംഗ് എഴുതാം, ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ദിസ് ഇയർ, പ്രീപെയ്ഡ് നമ്മൾ ലെസ് ചെയ്യുക. ഇതിന്റെ രണ്ടിന്റെ ഓപ്പോസിറ്റ് ആണ് കഴിഞ്ഞ വർഷം ചെയ്യുക. ഡെഫിനറ്റ്ലി സിംപ്ലി യു ഗെറ്റ് എന്താ പറയുക, ലെഡ് വൈ യു ഗെറ്റ് മാർക്ക് മക്കളെ. അപ്പൊ ഇതൊരു 3 മാർക്ക്, ഇത് 2 മാർക്ക്. ഡെഫിനറ്റ്ലി എവ്രി വൺ ആർ ഗെറ്റിംഗ് 5 മാർക്ക്. അതൊന്നും മിസ് ചെയ്തതിനുള്ള കൂട്ടിട്ടോ, ഒരു മിസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ. ഇനി ഈ ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ആർ പാർട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് 5:3 ആൻഡ് ഡിസോൾഡ് അതർ ട്രാൻസ്പോർട്ട് റിലേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇവിടുത്തെ ഒരു ബ്യൂട്ടി എന്താ പറയുക മക്കളെ, ഇവർ നമ്മോട് ചോദിച്ചാൽ ജാൽ എൻട്രി എഴുതാനാണ്. ഈ രസം അതല്ല, ജാൽ എൻട്രി എഴുതുമ്പോൾ ഡിസൊല്യൂഷന്റെ ലോസ് വരെ പാവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ ലോസ് 5:3 എക്കും ബിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ മക്കളെ, വേറെ പണിയില്ല. മനസ്സിലായോ? പക്ഷേ ഈ ജാളിൽ എഴുതാൻ നിങ്ങൾ കാരണം കേട്ടോ. ചിലപ്പോൾ ഇത് ചില ആൾക്കാർക്ക് മിസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇത് എഴുതി എത്തിയില്ല, അപ്പോഴേക്കും പേപ്പർ വാരിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 1 മാർക്ക് ഇട്ടോക്കാം. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ എഴുതി കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ നിന്ന് ആ പേപ്പർ എന്നൊരു വാരിക്കൊണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ 1 മാർക്ക് ഇട്ടു. ഇപ്പൊ ചവിട്ടി കൂട്ടിയ മാർക്ക് ഇട്ടില്ലേ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് കൂട്ടി വെക്കാം. ഇവിടെ നമുക്ക് 1 മാർക്ക് കിട്ടി, 1. പിന്നെ തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻ ഇത് 5 എന്തായാലും കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. കാരണം പി എൽ അക്കൗണ്ട് ഒരു പീരിയോഡിക് സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും അറിയാം, ബാലൻസ് ഷീറ്റ് പോയിന്റ് ആണ്, റീസൺ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് ഞാൻ എത്രയും തവണ ചെയ്യിപ്പിക്കുന്നതിന് ആർക്ക് വേണമെങ്കിൽ കിട്ടും 5 മാർക്ക് +5. ഇനി മുമ്പോട്ടേക്ക് വരാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ തീർന്ന് എന്ത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസും അതേപോലെ തന്നെ ഈ AS22 ടാക്സോണിക് ഇത് തള്ളല്ല കേട്ടോ. കാരണം എന്താ പറയുക, ഇതിപ്പോൾ എക്സ്പീരിയൻസ് കുട്ടികളുണ്ടാവും. എക്സ്പീരിയൻസ് നിങ്ങൾ പഠിക്കും കൂടി വേണം കേട്ടോ, അത് വേറെ കാര്യം. മനസ്സിലായില്ലേ? ഓക്കെ, സോ ആ ഒരു 5 മാർക്കും എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. മുമ്പോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഹയർ പർച്ചേസിന്റെ ക്വസ്റ്റ്യൻ അത് എല്ലാവർക്കും 7 മാർക്ക് കിട്ടും. അപ്പോൾ ഞാൻ പ്ലസ് ഒരു 7 മാർക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് കൺസൈൻമെന്റ് ആണ്. ആൻഡ് മെജോറിറ്റി 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്തിരിക്കണം, എല്ലാവരും നന്നായിട്ട് എഴുതിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് മാറ്റി ലൈനിൽ തന്നില്ലേ, അത് ഇഷ്ടമായില്ല. പിന്നെ ചിലപ്പോൾ വായിച്ചെങ്കിൽ മനസ്സിലായില്ല, അല്ലെങ്കിൽ ടൈമില്ല, പ്രാന്ത്. 3 മാർക്ക് ഇട്ട്, ഒരു 3 മാർക്ക് ഇട്ട് മുമ്പോട്ടേക്ക് പോയി. പാർട്ണർഷിപ്പ് നിങ്ങൾ ടാലിലേക്ക് ഇല്ലെങ്കിൽ തീർന്ന്. കാരണം അത്രയധികം ഡീറ്റെയിൽഡ് ലേണിംഗ് ആണ്, അത്രയധികം ഡീറ്റെയിൽഡ് പഠിപ്പിച്ചിട്ടുണ്ട്. അറിയാലോ, 14 മാർക്ക്. എൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്, 14 മാർക്ക്. പിന്നെ മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അത് നമുക്ക് വേണ്ട. അപ്പോൾ 2 വർഷം സ്കിപ്പ് ചെയ്ത് 14 സെറ്റാണ് ഈ 4ഉം 7ഉം. പിന്നെ നമുക്ക് ഇവിടെ എന്താ വരുന്നുണ്ടത്, ബ്രാഞ്ച് അക്കൗണ്ടിങ് അറിയാലോ, 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്ക് കിട്ടും ചെയ്യും. കാരണം 3 അക്കൗണ്ട് വെച്ചാൽ മതി. ഏതൊക്കെ കൊണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് P&L അക്കൗണ്ട്. സിമ്പിൾ സാധനം, ആർക്കും കിട്ടും. 7 മാർക്കാണ്. ഞാൻ വേണമെങ്കിൽ ചവിട്ടിയിട്ട് 5 ആക്കാം, 5 ഇട്ടു, അങ്ങനെ ആക്കി. പിന്നെ നമുക്ക് എന്താണ്, നിങ്ങൾ ഈ ഇൻഷുറൻസ് ക്ലെയിമിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ തീർന്ന്, അത്ര തന്നെ 7 മാർക്ക്. അത് ഫുൾ കൊടുത്ത്. പിന്നെ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് 14 മാർക്കാണ്. 14 മാർക്ക് ആർക്കും വേണമെങ്കിൽ കിട്ടും, ഒരു 10 മാർക്ക്. 57 മാർക്ക് ഇതിന്ന് മാത്രം കിട്ടി. പിന്നെ ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ 5 10 ക്വസ്റ്റിന് 10 20 മാർക്ക് കണ്ടാ. ഏകദേശം 77 മാർക്കിന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. നിങ്ങൾ സിമ്പിൾ ആയിട്ട് 77 മാർക്കിന് കിട്ടും. ഇനി നിങ്ങൾ എങ്ങനെ ചവിട്ടി കൂട്ടി നോക്കി നോക്ക്. അവിടെ നിങ്ങൾക്ക് 5 ശരിയായി, അല്ലെങ്കിൽ 6 ശരി. ഞാൻ ഇനി പോട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ 15 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് MCQ ഉള്ളത്. 15 MCQ ഉള്ളത്. 15 MCQ ഉള്ളത്. അതിൽ നിങ്ങൾ 7 ശരിയായെന്ന് അറിയാം. അപ്പൊ 7 × 2 14 മാർക്ക് അവിടെ നിന്ന് കിട്ടും. ഞാൻ അത്രയും ചവിട്ടി എടുക്കട്ടോ, അത്രയും ചവിട്ടി എടുക്കുക ഞാൻ. പിന്നെ ഇത് 10 കിട്ടുന്നില്ല, ഇത് ആകെ 8 കിട്ടിയുള്ളൂ. അപ്പൊ 8 കിട്ടി. ഇത് 7 ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തല്ലിക്കൊല്ലും. അപ്പൊ 7 കിട്ടി. ഇനി ഇത് 7 ഞാൻ 5 നേരത്തെ എടുത്ത് 5 എടുത്ത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞേ, പാർട്ണർഷിപ്പ് 14, ഞാൻ ഒരു 12 എടുക്കാം. പിന്നെ കൺസൈൻമെന്റ് നിങ്ങൾ എഴുതിയേക്ക്, എന്നാലും ഒരു 3 മാർക്ക് എടുക്കാം, മതി. നമുക്ക് കുറച്ച് മതി. ഹയർ പർച്ചേസ് 7 കിട്ടി നിങ്ങളെ തല്ലിക്കൊല്ലും. പിന്നെ ഈ ക്വസ്റ്റ്യൻ 5 കിട്ടി ആവും ഞങ്ങൾ തല്ലിക്കൊല്ലും. പിന്നെ ഈ ക്വസ്റ്റ്യൻ 5 കിട്ടി ആവും നിങ്ങളെ തല്ലിക്കൊല്ലും. പിന്നെ 1 മാർക്ക്, 67 മാർക്ക്. 67 മാർക്ക്. ഇനി പോട്ടെ, MCQ നിങ്ങൾക്ക് മൊത്തം തെറ്റി. 5 MCQ ശരിയായുള്ളൂ. 5 MCQ ശരിയാ. അപ്പൊ 5 × 2 10 മാർക്ക്. 10 മാർക്ക്. ഇനി ഞാൻ ചവിട്ടി പിടിച്ചെടുക്കട്ടെ. ഇനി ഇതിൽ ചവിട്ടി പിടിച്ച് ഞങ്ങൾ കൊന്നാളിയാന്നല്ലേ, മനസ്സിലായോ? ഇതിൽ എടുക്കാനില്ല. 10 മാർക്ക്. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ആകെ കിട്ടിയത് ഒരു 5 മാർക്ക്, വെറും 5 മാർക്ക്. 5 ഒന്നല്ല, 7 14 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടി, വെറും 5 മാർക്ക് കിട്ടി. ഈ 7 കിട്ടില്ല നിങ്ങളെ തല്ലിക്കൊല്ലും. പിന്നെ ഇത് നിങ്ങൾക്ക് ആകെ കിട്ടിയ എത്ര മാർക്കാണ്? 5 മാർക്ക്. ഞാൻ ചവിട്ടി എടുത്തേനെ ഓൾറെഡി. പിന്നെ പാർട്ണർഷിപ്പ് 14 ഇല്ലെങ്കിൽ നിങ്ങൾ തല്ലിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എടുക്കാം. പിന്നെ ഇത് 3 മാർക്ക്.
ഫിനിഷ് 7 മാർക്ക്. ഇത് നിങ്ങൾക്ക് 5 കിട്ടിയില്ല, നിങ്ങൾക്കൊരു 5 കിട്ടിയില്ല, നിങ്ങൾക്കൊരു 4 കിട്ടി. ഇതും നിങ്ങൾക്കൊരു 5 കിട്ടിയില്ല, അതൊരു 4 കിട്ടി. ഇത് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. 58 മാർക്ക് ഒക്കെ മതി, ഇതൊക്കെ ധാരാളമാണ്. 58 മാർക്കൊക്കെ റിച്ച് അല്ലേ, റിച്ച് അല്ലേ നമ്മള്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇനി നിങ്ങൾ വായിച്ചാൽ സമയത്തിന്റെ പ്രശ്നമില്ലാതെ, ടഫ്നെസ് ഇൻസൈഡ് ഇല്ല. കമ്പയർ ദ പ്രീവിയസ് അറ്റംപ്റ്റ്, കമ്പയർ ദ പ്രീവിയസ് അറ്റംപ്റ്റ്, ദിസ് എക്സാം വിൽ ബി സിമ്പിൾ. ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആണ്, പക്ഷെ അതിന്റെ ആ ഒരു ലെങ്ത്തും ആ ഒരു പ്രഷറും MCQs നമ്മളെ കില്ല് ചെയ്ത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നമുക്ക് പ്രാന്താവും. അതായത് നമ്മുടെ മെയിൻ പ്രശ്നം നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ഒരു എന്താ പറയാ, അങ്ങനെ എല്ലതും എഴുതണം. കണ്ടാൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നിങ്ങളുടെ ഹാപ്പി ആവണം, അതിലെല്ലാം നമുക്ക് അറിയണമാവണം. അതൊന്നും വേണ്ട. നിങ്ങൾക്ക് സമാധാനപരമായിട്ട് നിങ്ങളുടെ മാർക്ക് 60ഉം 70നെയും കണ്ടെത്തി അത് സമാധാനമായിട്ട് എഴുതിയാൽ മതി. ആ MCQs അറിയാത്ത കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് എടുക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മിങ് എക്സാംസ് നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഹാപ്പി ലേണിംഗ്, ബൈ.